ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളുടെ ഈ ഒരു കുട്ടി വാർഡ്രോബ് ഉണ്ടല്ലോ, ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പാറുട്ടിയുടെയും ദേവുട്ടിയുടെയും രുദ്രുവിൻ്റെയും മാത്രമുള്ള അലമാരയാണ്. അവരുടെ മൂന്നാളുടെ ഡ്രസ്സും അവരുടെ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കണേ ഒരലമാര. അപ്പോൾ ഇത് നമ്മൾ പണിയിച്ചതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ് അളവ് എടുത്ത് ഉണ്ടാക്കിച്ചതാണ് കേട്ടോ. അപ്പോൾ രുദ്രുവിന് ഞാനിതാ കുറച്ച് സ്നാക്സൊക്കെ കൊടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയോ? ഇത് കൈപ്പയ്ക്ക ഫ്രൈ ചെയ്താട്ടോ. ഇത് കയ്പ്പ് തന്നെയാണ്, പക്ഷേ ഇവന് നന്നായി ഇഷ്ടം, അവൻ കഴിക്കും. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, ഇവനും എൻ്റെ അച്ഛനും മാത്രം ഇത് കഴിക്കുള്ളൂ. അപ്പോൾ കഴിക്കാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതെങ്ങനെയായാലും അവൻ കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ അത് കൊടുത്ത് അവിടെ ഇരുത്തിയ കുറച്ച് നേരം അവിടെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് ഇത് വൃത്തിയാക്കാമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ഇവരുടെ അലമാര എത്ര നമ്മൾ ഒതുക്കി വെച്ചാലും ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇതേ ലെവൽ തന്നെ ആവും. അങ്ങനെ എത്ര വട്ടമായി ഞാനത് വൃത്തിയാക്കുന്നത് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കള്ളികൾ മാറ്റി വെച്ച് നോക്കും. എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്ക് സത്യം പറഞ്ഞത് സെറ്റാവണില്ല. എന്നാലും ഇതിങ്ങനെ ഫ്രീ ടൈമിൽ ഇതന്നെ ഇങ്ങനെ പണി എനിക്ക്. ഇത് അങ്ങോട്ട് മാറ്റുക വീണ്ടും മടക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. വീട്ടിലിരിക്കുന്ന കാരണം ഇതൊക്കെ നടക്കും. നമ്മൾ ജോലിക്ക് പോകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അത് അങ്ങനെ അലങ്കോലമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ മേലത്തെ കള്ളി മൊത്തം കൊണ്ട് മാറ്റുകയാണ് കേട്ടോ. മേലത്തെ കള്ളിയിലായിരുന്നു നമ്മളെ രുദ്രുവിൻ്റെ ഡ്രസ്സുകൾ. അപ്പോൾ അത് മുഴുവൻ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഏറ്റവും അടിയിൽ നമ്മളുടെ ഇങ്ങനത്തെ ഈ പൊന്തുടുപ്പുകളുണ്ടല്ലോ, നെറ്റിൻ്റെ ഇങ്ങനത്തെ ഉടുപ്പുകൾ സത്യം പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ 2 ഉടുപ്പൊക്കെ വെക്കാൻ പറ്റുള്ളൂ, പിന്നെ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉടുപ്പുകൾ ഞാൻ അതുപോലെ ഒരു സാരി ബാഗിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കുറേ മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 10 എണ്ണത്തിൻ്റെ 12 എണ്ണത്തിൻ്റെ ഐറ്റം. അപ്പോൾ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ കുഴപ്പമില്ല, ഒരുപാട് കാലം നിൽക്കും. ഇങ്ങനെ പെട്ടെന്നൊക്കെ സിബ് അങ്ങനെയൊക്കെ വലിച്ച് തുറന്നാൽ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗിലാണ് ഞാൻ, ഇങ്ങനത്തെ ബാഗിലാണ് എൻ്റെ കല്യാണ സാരികളായാലും അല്ലാത്ത സാരികളും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 2 ബാഗ് ഞാൻ ഇവരുടെ ഈ ഒരു ഇങ്ങനത്തെ നെറ്റിൻ്റെ ഉടുപ്പുകൾ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉടുപ്പ് ഇതൊക്കെ നമുക്ക് ഈ ആഗസ്റ്റ് 15-നൊക്കെ അല്ലേ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതൊന്നും എപ്പോഴും എടുക്കേണ്ടതല്ലല്ലോ വിചാരിച്ചിട്ട് അതും ഇതുപോലെ ഒരു സാരി ബാഗിൽ ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഉടുപ്പുകളൊക്കെ ഇങ്ങനെ മടക്കി വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ബാഗ് ഇങ്ങനത്തെ വെച്ചിട്ട് ഏറ്റവും മേലെ വയ്ക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 ബാഗ് നമുക്ക് മേലത്തെ കള്ളിയിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇവർക്കിപ്പോൾ ഈ 2 ബാഗിൽ വെക്കാനുള്ള ഇങ്ങനത്തെ ഡ്രസ്സുകൾ തന്നെ ഉള്ളൂ. ഇങ്ങനത്തെ ബാഗിൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഒതുങ്ങിയിരിക്കും. ഇത് നമ്മളുടെ ചക്കരയുടെ കല്യാണത്തിന് എടുത്ത ഉടുപ്പാണ് കേട്ടോ. ഒരു ലാവൻഡർ കളറിൽ ഷോളൊക്കെ ഇട്ടുള്ള നല്ല രസമാണ് ഈ ഉടുപ്പ്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഇത് എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കൂറ്റനാടുള്ള കടയിൽ നിന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ബാഗിൽ വെച്ചുള്ള ഗുണം എന്താ വെച്ചാൽ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഈ 2 ബാഗ് നമുക്ക് ഏറ്റവും ടോപ്പിലെ കള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ സെറ്റാവും. നമുക്ക് എപ്പോഴും എടുക്കേണ്ടതല്ല. എപ്പോഴെങ്കിലും വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴോ പിന്നെ എപ്പോഴെങ്കിലും ഇവർ ബുധനാഴ്ചയൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ എടുത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടെ വൃത്തിയായി തോന്നി. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റില്ല തന്നെ ഇടയ്ക്ക് പണി. എങ്ങനെ വെച്ചാലാണ് ഇതൊന്നും കറക്റ്റായിട്ട് ഇരിക്കുക എന്നൊക്കെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ മേലത്തെ കള്ളിയിൽ നിന്ന് രുദ്രുവിൻ്റെ മാറ്റിയിട്ട് ഇപ്പോൾ അതാക്കിട്ടോ. ഞങ്ങൾ പുതിയ കുടുക്കയാണ് കേട്ടോ, പിള്ളേരുടെ കുടുക്കയാണ് അത്. 3 ആളും ഇടയ്ക്കൊക്കെ ചില്ലറ കിട്ടുമ്പോഴൊക്കെ ഇടും. പിന്നെ ഇത് നമ്മളെ അനിയത്തി, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, അനിയത്തിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നിട്ടുള്ളതാണ്. ബാറ്ററി ഊരി വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. എപ്പോഴെങ്കിലും ഞാനത് പുറത്തെടുക്കാറുള്ളൂ, കാരണം ഇടയ്ക്ക് അവ എടുത്ത് എറിഞ്ഞിട്ടല്ല കംപ്ലൈൻറ്റ് വരണ്ട വെച്ചിട്ട് എപ്പോഴെങ്കിലും വല്ലാണ്ട് വാശിയൊക്കെ പിടിക്കുമ്പോൾ മാത്രമാണ് അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാറുള്ള ആൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മേലേക്ക് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം വെച്ചത് നമ്മൾ ഏറ്റവും അടിയത്തെ കള്ളിയിലാണെന്നാണ് കള്ളി അത് മാറ്റിയിട്ട് അപ്പോൾ മേലേക്കാക്കി. ഇനി ആ ഏറ്റവും അടിയത്തെ കള്ളിക്ക് നമുക്ക് രുദ്രുവിൻ്റെ ഡ്രസ്സ് വയ്ക്കണം. അപ്പോൾ അതാണ് ഏറ്റവും അടിയിലത്തെ കേട്ടോ. അപ്പോൾ അതൊന്ന് മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മളിനി രുദ്രുവിൻ്റെ അടിയിലേക്ക് വയ്ക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൻ്റെ ഇപ്പോൾ പാകാവാത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ അത്, ആ ഒരു ബോക്സിലുള്ള പോപ്പീസിൻ്റെ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇതുപോലെ ആ ബോക്സിൽ നിന്ന് എടുത്തിട്ടില്ല. ആ ഒരെണ്ണം മാത്രമുള്ളൂ അവനിപ്പോൾ പാകമില്ലാത്തത്, ബാക്കിയൊക്കെ നമ്മൾ ഇടണതാണ്. അപ്പോൾ അതും പിന്നെ ഈ ഒരു ക്യാരി ബാഗ് പോലത്തെ നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ അവനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മേല് വെച്ച് കെട്ടണം അങ്ങനത്തെ ഒരു ടൈപ്പ് ബാഗാണ് കേട്ടോ അത്. അതും അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ഓൺലൈനിൽ കണ്ടപ്പോൾ വാങ്ങിയെന്ന് മാത്രം. ഒരു വട്ടം അങ്ങനെ വെച്ച് കൊണ്ടുപോയിട്ടുള്ളവനെ. അപ്പോൾ ആ ഒരു ബാഗ് അങ്ങനെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് കുറച്ച് എന്താണ് ടവ്വിലാണ് കേട്ടോ. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ തുടയ്ക്കാനും പിടിക്കാനൊക്കെ എടുക്കണ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റൊരു പാക്കറ്റാണ് കേട്ടത്. പിന്നെ നമ്മൾ 2 ടർക്കി അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട്, പുറത്തേക്ക് പോക്കില്ല എന്നാലും ഇനിയിപ്പോൾ വല്ല സിനിമയ്ക്ക് പോകുമ്പോഴേക്കും കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് 2 ടർക്കി നമ്മളവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ടർക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവന്. കിട്ടിയത് മാത്രമല്ല, നമ്മളുടെ ദേവുട്ടിനും പാറുട്ടിനും ഒക്കെ ഒരുപാട് ടർക്കി ഇവന് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന് കിട്ടിയ ടർക്കിയിൽ ഈ 2 ഞാൻ അധികം ഉപയോഗിക്കാതെ വെച്ച കാരണം അത് പുത്തനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ പുറത്തേക്ക് നല്ല ഡ്രസ്സുകളില്ലേ പുത്തനായിട്ടുള്ളത്, നമ്മൾ വെറുതെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴല്ല, അല്ലാതെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാൻ പറ്റിയ അങ്ങനത്തെ അവൻ്റെ ഏറ്റവും പുതിയ ഡ്രസ്സുകൾ അത് ഞാൻ അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഒരു മുണ്ടും അങ്ങനെ ഒട്ടിപ്പുള്ള മുണ്ടില്ലേ അതും, അതിൻ്റെ മേലെ ഇടാത്തൊരു ഡ്രസ്സ്, ഒരു ജോഡി ഡ്രസ്സും, അതുപോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ കുഞ്ഞിപ്പെണ്ണീൻ്റെ ബർത്ത്ഡേക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേയുടെ അന്നൊന്നും രുദ്രന് സത്യം പറഞ്ഞാൽ ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. അവൻ്റെ കയ്യിൽ കിട്ടിയില്ല, അത് കാരണം വീഡിയോയിൽ അധികം ഇല്ല അവൻ. അപ്പോൾ അന്നിട്ടിരുന്നാണ് ആ ഒരു മോദിയുടെ പോലത്തെ ആ ഒരു കോട്ടൊക്കെയുള്ള അത് ഏട്ടൻ കൊണ്ടുവന്നാണ് കേട്ടോ. രുദ്രനും നമ്മുടെ ഇച്ചുട്ടനും ഒരേപോലത്തെ. ഇച്ചുട്ടൻ്റെ അവനെ അളവ് ഇത് കൂടുതലാണ്, കുറച്ചുകൂടി വലുതായാലേ ഇടാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷർട്ടും ട്രൗസറും നമ്മൾ എപ്പോഴും ഇടണത് അത് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് മാറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ കർച്ചീഫിൻ്റെ അതിൻ്റെ കുറച്ചും കൂടെ ഉള്ളതാണ് ഞാൻ അപ്പുറത്തേക്ക് ഇപ്പോൾ വെച്ചത് കേട്ടോ. പിന്നെ നമ്മളിതാ ബംടമ്മിൻ്റെ പാമ്പേഴ്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2025 അവർ എന്തോ മോഡൽ മാറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് വാങ്ങിയപ്പോഴാണ് ആ ഒരു മോഡൽ അത്ര ഇഷ്ടമായില്ല. അപ്പം ഇനി ഞങ്ങൾ മിക്കവാറും ബംടം മാറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഭയങ്കര ലീക്കേജ് പോലെ തോന്നി. ഈ ഒരു മോഡൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ മാറ്റിയപ്പോൾ ഒരു സുഖമില്ല. അപ്പം അത് ഒന്ന് എക്സലിൻ്റെ ഉണ്ട്, ഒന്ന് ലാർജും. കാരണം എക്സൽ നമ്മൾ ദേവുട്ടിക്ക് വേണ്ടിയിട്ട് മലയ്ക്ക് പോകുന്ന സമയത്ത് വാങ്ങിയതാട്ടോ. അപ്പോൾ അവൾ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, ചീച്ചൊഴിക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഒരു രുദ്ര വലുതാകുമ്പോൾ വയ്ക്കാമല്ലോ വെച്ചിട്ട് അതും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ലാർജാണ് വേണ്ടത്, അപ്പോൾ അതും. പിന്നെ ഇതാ നമ്മുടെ ദേവുട്ടിനും പാറുട്ടിനും ഷെൽഫ് ഇതുപോലെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, കാരണം രുദ്ര അതിൻ്റെ ഇടയിൽ ഒന്ന് ടെററായി. അപ്പോൾ അത് ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് കൊടുത്തു. പക്ഷെ ആൾ കുറച്ച് നേരം കളിച്ചിട്ട് അതിന് ബാറ്ററി ഇടാതെ കൊടുത്ത കാരണം ലൈറ്റൊന്നും കത്തണില്ല, അത് തന്നെ മൂവ് ആവും. അതൊന്നും ആവാതെ മുമ്പ് ദേഷ്യം പിടിച്ചിട്ട് അവിടെ വെച്ചപ്പോൾ ഞാൻ വീണ്ടും അതൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. ഇനി ഈ കലവറ വൃത്തിയാക്കാണ്ട്, പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കൈ വെച്ചാൽ നടക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം റെഡിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സുകൾ വലിച്ചിട്ടപ്പോൾ കുറേ പുറത്ത് പോയിട്ടുണ്ട്. കുറേ നമുക്ക് വേണ്ടാത്തതും കള്ളി മാറി വേറെ അലമാരയ്ക്ക് വെക്കാനുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉടുപ്പ് നമ്മളെ പാർട്ടിയുടെ ഉടുപ്പാണ്. ഇതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ പിന്നി വന്നു കേട്ടോ. ആദ്യം ഇതുപോലെ വന്നപ്പോൾ ഞാൻ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിന്നി വരും. നമുക്ക് ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല, അടിച്ചാൽ അവൾക്ക് ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ ഉടുപ്പിന് അവൾക്ക് എന്തായാലും പറ്റില്ല. ദേവുട്ടിക്കാണെങ്കിൽ ഇത് വലുതുമാണ്, അപ്പോൾ നമ്മളിത് ഉപേക്ഷിക്കുകയാണ് ഈ ഉടുപ്പ്. പിന്നെ നമ്മളുടെ ആ മഞ്ഞുടുപ്പ് അത് ദേവുട്ടിയുടെ ഉടുപ്പാണ്. പാറുട്ടിക്കും ദേവുട്ടിക്ക് സെയിം ഉടുപ്പുള്ള കാരണം പാറുട്ടിയുടെ ഉടുപ്പ് ടൈറ്റായപ്പോൾ ദേവുട്ടിക്ക് കൊടുത്തു. ദേവുട്ടിയുടെ അപ്പോൾ സിബ് പോയിട്ടുണ്ട്, നല്ല ഉടുപ്പാണ്. സിബ് വെച്ചിട്ട് പാകമുള്ള വല്ല മക്കൾക്കും കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റാനുള്ളതൊക്കെ പിന്നെ മാറ്റിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വേറൊരു ദിവസമാണ് ഞാൻ ഈ ഫാൻസി സാധനങ്ങൾ മുഴുവൻ വലിച്ചിട്ടിട്ട് ഒതുക്കി വെച്ചത്. അതും വീഡിയോ ആയിട്ട് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയില്ല. രുദ്രൻ്റെ കണ്ണ് പിടിച്ചിട്ട് ഇതൊക്കെ ചെയ്യണമെന്നാണ്. എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ രുദ്രമുള്ള കാരണം അവനെയും കൂടെ നോക്കണ്ട നമുക്ക്. അപ്പോഴേക്ക് അധികം ഞാൻ വിചാരിച്ച പോലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.